അപ്പോൾ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ്സിലാണ്. അപ്പോൾ നമ്മളിന്ന് BMW ആണ് എടുത്തിരിക്കുന്നത്. BMW M4. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചേച്ചി വടിയും കുത്തി ഇത് എന്തൊരു വലിയ വടി ഗൈസ്. അപ്പം അതും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബസ്സിൻ്റെ ഫോണാണ്, ഒരു വെറൈറ്റിക്ക് പിടിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ശബ്ദം അമ്മാതിരി ശബ്ദമാണ് ഗൈസ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ബസ്സിനും കളിക്കത്തില്ല ഗൈസ്. ബസ്സിൽ മാത്രമേ കളിക്കൂ. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ മാത്രമേ കളിക്കൂ. കാരണം മറ്റേത് ഇനി മാപ്പില്ല. നമ്മളിനി പോകാത്ത ഒരു സ്ഥലമില്ല. ഇനി മോഡ് മാത്രമേ ഉള്ളൂ. മോഡ് ഏതും നമ്മൾ കളിക്കും ഗൈസ്. ഇതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടൂർ മോഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫാമിലിയെ കൊണ്ടുപോകാനാണ്. കാറിൽ കയറുമെന്ന് അറിഞ്ഞതാ. അപ്പോൾ നമുക്കിവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡ് ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 എന്നൊക്കെ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഡോറാണ്. നമ്മുടെ ബസ്സിലെ ഡ്രൈവറൊക്കെ ഉണ്ട്. സീൻ. ഇത് നമ്മുടെ ഇതാണ്, തുറന്നു കിടക്കുകയാണ് ഗൈസ് അത്. പിന്നെ ഡിക്കി തുറന്നു ഗൈസ്. ഡിക്കി തുറന്നപ്പം സ്പോയിലറൊക്കെ പൊങ്ങി. ഡോറങ്ങ് അടച്ചിട്ട് ഗിത്താറും കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വന്നേക്കുന്നു. എന്തോ പാട്ടുകാരാണ്. കൊള്ളാം. അപ്പം ഞാൻ ഇതിൻ്റെ ശബ്ദമൊന്നും കേൾപ്പിച്ച് തരാം ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് ശബ്ദം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി ശബ്ദമാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് നേരെ ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനാണ് പറയുന്നത്. പിക്ക് ചെയ്യാം ഗൈസ്. പിന്നെ ഇൻറ്റീരിയറിൽ ഒരു ചെറിയ ഗ്ലിച്ചുണ്ട്. അത് നമുക്ക് എന്തോ ചെയ്യണം ഗൈസ്. എനിക്ക് ഞാൻ ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ക്യാമറ ഒക്കെ ശരിയാക്കുന്നുണ്ട്. പക്ഷെ ഗ്ലിച്ച് കാരണം മുകൾ ഭാഗം എല്ലാം തുറന്നു കിടക്കുകയാണ്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. സ്റ്റിയറിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഇൻറ്റീരിയർ കാണുമ്പോൾ ഒരു വല്ലാതെയൊക്കെ തോന്നും ഗൈസ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഞാൻ ഈ ക്യാമറ 1ലിട്ട് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് കൺട്രോൾ ചെയ്യാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. നിർത്തുമ്പോൾ ബസ്സിൻ്റെ ശബ്ദമാണ്. അയ്യോ, നമുക്ക് വീണ്ടും ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ ഗൈസ്. പിഴവ് വല്ലതും പറ്റി തന്നെ ആൾക്കാർ ഇല്ല ഗൈസ്. എന്നാലും ഞാൻ നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഒന്നുമില്ല ഗൈസ്. ഇതിലെ ഹെൽത്ത് പോകുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അയ്യോ ജസ്റ്റ് മിസ്. ഇടിച്ചോ? ഇല്ല ഗൈസ്, ഇടിച്ചതൊന്നുമില്ല. നമ്മൾ ടൂർ മോഡല്ലേ ഗൈസ്. അതുകൊണ്ട് കുറച്ച് ദൂരത്ത് പോയിട്ടായിരിക്കും നമ്മൾ വിളിക്കേണ്ടത്. പക്ഷേ മഴയൊക്കെ ആയിട്ടുണ്ട്. സെറ്റ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതേപോലെ ഞാൻ കുറേ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. അടിപൊളി ടൂറൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. മറ്റേത് നമുക്ക് മാപ്പൊക്കെ അറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഇത് നമുക്ക് ഒന്നുമേ അറിയാച്ച്. നമ്മൾ നല്ല അമ്മച്ചിയെ ഒന്ന് പിടിക്കല്ലേ. അടിപൊളി പൊന്നെ പോലെ നോക്കുന്ന വണ്ടിയാണ്. പട
ഗൈസ് ഹെൽത്ത് 97 ഗൈസ്. എനിക്ക് ഇതാ ഞാൻ പറഞ്ഞു, ഇനി കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. ഭയങ്കര സീനാണ്. എന്തൊരു കഷ്ടമെന്ന് പറയാം. ഇത് എവിടുന്നാ ഞാൻ അവരെയൊക്കെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. ഗൈസ് അപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ അത്രയ്ക്കൊന്നും ടൂറിനോടൊന്നും പോയിട്ടില്ല ഇതിന്. അതുകൊണ്ടാണ് ഗൈസ് ഇത്രയും പേര് ഇതിൽ കയറി. ഇതൊന്നും ഒറ്റ ഫാമിലിയാണ് ഗൈസ് ഇത്. പക്ഷെ എൻ്റെ പൊന്നോ, ഇതിൽ കുറച്ച് പേരെ കയറുന്നുള്ളൂ. ഇത്രയും പേരും ഉണ്ട് ഗൈസ്. എത്ര പേരെ കയറി നമ്മൾ? അത് കാണിക്കത്തില്ലേ ഗൈസ്? എത്ര പേരെ കയറ്റിയൊന്നും കാണിക്കത്തില്ല. അയ്യോ പോയി ഗൈസ്. നമുക്കപ്പം പോകേണ്ടത് നേരെയാണ് ഗൈസ്. നമുക്കിപ്പോൾ നല്ല സ്പീഡിൽ അടച്ചാൽ വീടാം. ഇവിടെ തന്നെ ഇപ്പോഴേ 100 അടിച്ച്. അത്രയ്ക്ക് സീനാണ് ഗൈസ്. ഇല്ല ഗൈസ്, ഹെൽത്തൊന്നും പോയിട്ടില്ല. പിന്നെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കൂടെ ചെയ്തേക്കുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ പിന്നെ റോഡ് ടു 100K ആണ് ഗൈസ്. അത് മറക്കരുത്. ഗൈസ് ഇപ്പം ഞാൻ കുറച്ച് ദൂരം പോയിട്ട് കാണിക്കാം. ഗൈസ് ഇപ്പോൾ കുറച്ച് നേരം പോയപ്പോഴത്തേനും ലോഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകേണ്ട സ്ഥലം മലങ് എന്നാണ് ഗൈസ്. അപ്പം നമ്മൾ കാടിന് അകത്തൂടെ ഒക്കെയാണ് ഓടിക്കുന്നത്. സീനായിരിക്കും. രാത്രിയാണ് ഒരു സീനായി. ഇതുവഴി നമ്മുടെ ഇതുവഴി ആരും വന്നില്ല. ഓപ്പോസിറ്റ് വഴി കൂടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളെ ആർക്കും വെട്ടിക്കാനും പറ്റത്തില്ല. ഈ ഗെയിമിൽ ഓവർടേക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, ബാക്കിയുള്ള വണ്ടികൾ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നല്ല ഹാൻഡിലിംഗ് ഒക്കെ ഉണ്ട്. ചില സമയം കിട്ടത്തില്ല ഗൈസ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പൊള്ളപ്പൻ വണ്ടിയാണ് ഗൈസ്. നമ്മൾ വേറെ കുറേ വണ്ടി കൊണ്ട് വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് സൂപ്പർ കാറൊക്കെ സീനുണ്ട് ഗൈസ്. ഇതിലൊക്കെ കൊണ്ടുവരുന്നു. കയറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ പോകുന്നു ഗൈസ്. ഒരു ഇറക്കമൊക്കെ ആയിരുന്നെങ്കിലോ. അയ്യോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പതുക്കെ പോയാൽ സൂപ്പർ കാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റത്തിനെ കുറിച്ച് പേടിക്കണ്ട ഗൈസ്. ഒക്കെ സ്മൂത്തായിട്ടാണ് കയറിക്കും. കുറച്ച് പാടെന്ന് പറയാൻ പറ്റത്തില്ല, അടിപൊളിയാണ്. ഇവർ നമ്മളെ ഇടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യം ഇടിച്ചതേ ഉള്ളൂ.
ഇപ്പം ഞാൻ പ്രോ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് പോയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ലോഡായിട്ടുണ്ട്. നമുക്ക് നമ്മൾ വീണ്ടും മലയാങ്ങിലോട്ട് തന്നെ പോകാനാണ് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. കുറച്ചൊന്നുമില്ല, കുറച്ചധികം ഉണ്ട് ഗൈസ്. നമ്മുടെ ഹെൽത്തിൽ നിന്ന് പോയിരുന്നു. ഇറക്കത്തിനിടെ ഒരു തടി ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ, അത് കണ്ടില്ല ഗൈസ്. ഒറ്റ ഇടിക്ക് 7 ഹെൽത്താണ് പോയത്. പിന്നെ ഒരാൾ ഓവർടേക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി സൈഡ് തട്ടി ഗൈസ്. അപ്പോൾ 90 നിൽക്കുകയാണ്. നമുക്ക് നമുക്ക് അങ്ങനെ നോക്കി പോകണം ഗൈസ്. ഓവർടേക്ക് ചെയ്യാൻ ഓവർടേക്ക് ചെയ്യാൻ നല്ല രസമാണ് ഗൈസ്. ഇന്ത്യയിലൊക്കെ കുറച്ച് പ്രശ്നമാണ്. നമുക്ക് ബ്രേക്കൊക്കെ ഇട്ട് തരും ഗൈസ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ, ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ല ഗൈസ്. കയറി പോകാം. നമ്മൾ 2 ബസ്സിനെയും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ റോഡിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തിയ ആൾക്കാർ നമ്മുടെ ഓവർടേക്ക് തന്നെ പൊക്കോളും. ഇതൊക്കെ എളുപ്പമാണ് ഗൈസ്. ഈ അടിപൊളി കാറൊക്കെ എടുത്താലുള്ള ഗുണമില്ല. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് മിനിച്ചില്ല നമ്മളിതുവരെ. വഴി മാറിത്താടാ, അങ്ങനെ വഴി മാറിത്താ. അത് വെറുതെ നോക്കാക്കിട്ടാണെങ്കിൽ ഗൈസ്. ഇതൊന്നായാലും സീൻ വണ്ടിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് BMW. എന്നാലും പോകുന്നൊക്കെ ഒരു രക്ഷയില്ല. വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങളല്ല, വളരെ സ്മൂത്തായിട്ട് റോഡിൽ കൂടെ ഭയങ്കര സ്പീഡിൽ പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ കുറച്ച് ലോഡായിട്ട് കാണിക്കും ഗൈസ്. ഇപ്പം ലോഡായിട്ട് നമ്മൾ വീണ്ടും മലയാങ്ങിലോട്ട് തന്നെ പോകാനാണ് പറയുന്നത്. ഇപ്പോൾ കുറേ നേരം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ മാപ്പിൽ നോക്കി കുറച്ചധികം ദൂരമുണ്ട് ഗൈസ്. 2 വീഡിയോ അല്ല, ഒറ്റ വീഡിയോ തീർക്കാനാണ് എൻ്റെ പ്ലാൻ. അതൊക്കെ അത്ര ഉള്ളൂ ഗൈസ്. നമ്മൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഇപ്പം നമ്മൾ ഒരു സാഹസികമായി ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യില്ലെന്നാണ് ശാസ്ത്രമല്ല നിയമം. നിയമമല്ല നിയമം. നമുക്ക് ഇതുവഴി നേരെ വണ്ടി ഒന്നും വരുന്നത് വണ്ടി വരുന്നുണ്ട്. ഇങ്ങോട്ടന്നെ സൈഡ് ലൈറ്റൊക്കെ മിനിച്ച് കഴിച്ചു. നമ്മൾ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടാക്കണം. കാമ്പുങ് വാർണ ജോഡിപ്പാൻ മലാങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഷോർട്ടായിട്ട് മലാങ് എന്നായിട്ട് വിളിക്കും. അങ്ങനെയാണ് ഗൈസ്. നമുക്ക് നേരെ പോകാൻ കുറച്ച് ലെങ്തായി. സോറി ഗൈസ്, എൻ്റെ കുഴപ്പമില്ല, ഈ മാപ്പിൻ്റെ കുഴപ്പമാണ്. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം ഗൈസ്.
ഗൈസ്. അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നല്ല സ്ഥലം ഗൈസ്. അവരെ ഒരു ടൂറിന് ഈ സ്ഥലത്ത് കൊണ്ടാക്കുന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ അത് നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ഗ്ലിച്ചാണ് ഗൈസ്. കുഴപ്പമില്ല. ഇത്രയും പേര് നമ്മൾ ഈ കാറിൽ കുത്തിക്കെത്തി. അവരൊക്കെ ആ പടി ഇറങ്ങി അങ്ങോട്ട് ആ വീടുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ ഗൈസ്.